ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ വറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വെട്ടിമീനാണ് കേട്ടോ. അപ്പോൾ ഈ സാധാരണ ഈ വെട്ടിമീനുകളിലൊക്കെ ചില മീനുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. നമ്മൾ മീൻ വറുത്ത് വരുമ്പോൾ ചിലപ്പോൾ കഷ്ണങ്ങളൊക്കെ ആകെ അങ്ങോട്ട് പൊട്ടിപ്പോയി ആകെ അങ്ങോട്ട് ഭംഗിയിലാണ്ട് കിട്ടും. അപ്പോൾ ഒരാൾ ഗസ്റ്റ് വന്നവരെ നമുക്കത് വെച്ച് കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് മീൻ വറുക്കുന്നത് എങ്ങനെ, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഞാനിതിൽ മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ ഞാൻ എൻ്റെ എരിവിനനുസരിച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ പറ്റില്ല, കുറവ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നോൺ വെജിലൊക്കെ എപ്പോഴും എരിച്ചിരി മുന്നിട്ട് നിൽക്കണതല്ലേ കഴിക്കാനായിട്ട് ടേസ്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, അതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഈ വിനാഗിരി ഒഴിക്കുന്നത് നല്ല തന്നെയാണ്. അതുപോലെ മീൻ കഷ്ണങ്ങളിലേക്ക് പുളി പിടിക്കാനും വിനാഗിരി ഒഴിക്കും കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലാണ് വെക്കുന്നത്. 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് റെഫ്രിജറേറ്ററിൽ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രീസറിൽ വെക്കരുത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്ക് മീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. കൂടുതൽ സമയം പിടിക്കും തോറും മീൻ കഷ്ണത്തിലേക്ക് പുളിയും എരിവും ഒക്കെ കറക്റ്റ് പിടിക്കും. അപ്പോൾ അതിലും മാറ്റം വരുത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മീൻ മസാല പുരട്ടിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതുവരെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മീനൊക്കെ ഇട്ടതിന് ശേഷം ഞാനത് മീഡിയം ഫ്ലെയിമിലാക്കും കേട്ടോ. എന്നിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ അങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ മീൻ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ പറയുമ്പോൾ മസാലപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, ആകെ കൂടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ മീനിൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോണ പ്രശ്നം വരാണ്ടിരിക്കാനും മീനിലേക്ക് നല്ലപോലെ പുളി പിടിക്കാനും വേണ്ടിയിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ വറവ് വളരെയധികം സിമ്പിളായിട്ട് എക്സ്ട്രാ പൊടികളൊന്നും ചേർക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു മീൻ വറവാണ്. അത് വെച്ചിട്ട് മസാലപ്പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് മീൻ അതിൻ്റേതായ ടേസ്റ്റ് കുറവ് ഒന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറവാണ്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള മീൻ കഷ്ണങ്ങളിൽ ഓരോ സൈഡ് ആവുന്നതനുസരിച്ച് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇത് മീനിൻ്റെ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ ഈ സൈഡും കൂടി മായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതേ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള മീനും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ മീനിൻ്റെ ഓരോ സൈഡ് ആവുന്നതനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് നോക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ മീൻ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണേക്കാളും കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ വറവാണ്. എക്സ്ട്രാ പൊടികളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്.
അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.